ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കലേസിയ റെപ്പൻസ് എന്ന ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിനെ പറ്റി പറയാം. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു 1.5-2 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഒരു 3-4 കമ്പ് ചെറിയൊരു നഴ്സറി പോട്ടിൽ ഗാർഡൻ സോയിൽ മാത്രം ഇട്ട് ഞാൻ വെച്ച് നോക്കിയതാണിത്. വേറെ വളങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് 1-2 മാസത്തോളം ആയപ്പോഴേക്കും നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. അതുപോലെ താഴേക്ക് ഒരുപാട് ഹാങ് ചെയ്ത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ രീതിയിൽ വളർത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ്. ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സിന് മുകൾ ഭാഗത്ത് ഗ്രീനും അതുപോലെ കുറച്ച് ചെറിയൊരു പർപ്പിൾ ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് വരുന്നത്. അടിഭാഗത്ത് നല്ല പർപ്പിൾ കളറാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മിനും പർപ്പിൾ കളർ തന്നെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ പർപ്പിൾ ഷെയ്ഡ് ഇതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് വേണം ഇത് ഹാങ് ചെയ്തിടാനായിട്ട്. അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരമൊക്കെയുള്ള ഏതെങ്കിലും ഒരു വെയിൽ കിട്ടിയാലും മതി, ഇതിന് ഇങ്ങനെ ഒരു നല്ല കളർ കിട്ടും. ഇതിൻ്റെ വേറൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നട്ടിട്ടും ഏകദേശം ഒരു 1.5 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ വളർന്ന് നല്ല ബുഷിയായിട്ട് ഒരു ബോൾ പോലെയാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. പോട്ട് കാണാൻ പാടില്ലാത്ത വിധം താഴേക്ക് നന്നായിട്ട് ഹാങ് ചെയ്തൊക്കെ ഇത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിന് കുറച്ചുകൂടെ ഒരു ഗ്രീനിഷ് കളറാണുള്ളത്. അധികം വെയിൽ കിട്ടുന്നൊരു സ്ഥലത്തല്ല ഇത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പർപ്പിൾ ഷെയ്ഡ് കുറച്ച് കുറവാണ് ഇതിന്. അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെയാണ് ഇങ്ങനെ ബുഷിയാക്കി വളർത്താൻ പറ്റുന്നത്, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ കെയറിങ്, അങ്ങനെ എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഞാനിതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം. സാധാരണ നമ്മൾ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കമ്പുകളൊക്കെ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിന് റൂട്ട്സ് ഒക്കെ വന്നതിന് ശേഷം വേറെ പോട്ടിലേക്ക് പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നേരെ ഇങ്ങനെ കുറച്ച് കട്ടിങ്സ് മുറിച്ചെടുത്ത് നേരെ മണ്ണിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കുന്നതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് നമ്മൾ എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ്സൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മണ്ണിലേക്ക് നേരെ നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് ഞാൻ പറയാം. ഈ ഒരു പോട്ടി മിക്സ് ഞാൻ എടുത്തിട്ടുള്ളത് ഗാർഡൻ സോയിലും കുറച്ച് മണലും അതുപോലെ കൊക്കോ പീറ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് ഞാൻ എടുക്കുന്നത്. ചാണകപ്പൊടി മാത്രം കൊടുത്താലും മതി, ഇത് നന്നായിട്ട് തന്നെ വളർന്നോളും. വേറെ വളങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കണമെന്നില്ല. അപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് ഈ ചട്ടിയുടെ അകത്ത് സെറ്റായി പോകാണ്ടിരിക്കാനാണ്. അതിൻ്റെ ഡ്രെയിനേജൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് അങ്ങനത്തെ കല്ലുകളോ ഓടിന് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പോട്ടിംഗ് മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കട്ടിങ്സുകളെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. വെറുതെ നമ്മളിങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ വേരിങ്ങനെ താഴ്ത്തി മണ്ണിലൊന്നും നട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇത് മണ്ണിൻ്റെ മുകളിലേക്ക്, പോട്ടിംഗ് മിക്സിൻ്റെ മുകളിലേക്ക് ഈ ചെടികളെല്ലാം, ഈ കട്ടിങ്സുകളെല്ലാം നമ്മൾക്ക് വെച്ച് കൊടുക്കുക. അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ഇത്രയൊന്നും വയ്ക്കണമെന്നൊന്നുമില്ല. കുറച്ച് കമ്പ് വെച്ചാലും മതി, ഇത് നന്നായിട്ട് വളർന്നു വന്നോളും. അപ്പം ഞാനത് ഇത്രയും കട്ട് ചെയ്തെടുത്തുകൊണ്ട് വെച്ചേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ടി മിക്സ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കമ്പുകൾ ഇതിനകത്ത് കട്ടിങ്സുകൾ ഇതിൽ വെച്ചതിന് ശേഷം കുറച്ച് പോട്ടി മിക്സ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ ഇതിൻ്റെ പോട്ടിങ്ങും ഒക്കെ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വരാൻ പാകത്തിന് നമ്മൾ നനച്ചു കൊടുക്കണം. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇന്നും നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മണ്ണ് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് സോയിൽ എങ്ങനെയാണ്. ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് പോട്ട് ചെയ്യാനും സൂപ്പറായിട്ട് വളർത്താനും പറ്റുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇതിൻ്റെ കുറച്ച് കമ്പുകൾ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് ഇതേപോലെ നിങ്ങൾ നട്ട് വളർത്തി നോക്കുക. ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് നിങ്ങളുടെ ഗാർഡനിൽ സുന്ദരമായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.